സ്റ്റേബിലൈസർ പ്രോ വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ട് എന്ന് 3 വർഷം ഉപയോഗിക്കുന്ന ഞാൻ പറയും. പക്ഷേ ഇത് കണ്ണ് കമൻറ്റ് ചെയ്യുന്നവർ പറയും ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ആ ഒരു സംശയം തീർക്കാനായിട്ട് മാനുഫാക്ചർ തീരുമാനിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് തെളിയിക്കാൻ പോകണം. അത് കോയമ്പത്തൂർ റേസിംഗ് ട്രാക്കിൽ വെച്ചിട്ട് ടെസ്റ്റിംഗ് ട്രാക്കിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ്, അതായത് മഹീന്ദ്ര B6 വരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത അത്തരം അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈ ടെക്നോളജി സിസ്റ്റം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എൻ്റെ ഈ കയ്യിലുള്ളത് INS എന്ന് വിളിക്കുന്ന ഒരു ഇനീഷ്യൽ നാവിഗേഷൻ സിസ്റ്റമാണ്. ഇത് ഡാറ്റ ലോഗർ. ഇതിൽ നമുക്ക് ഒരുപാട് GPS-ഉം അതുപോലെ തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ്റെ മൂവ്മെൻറ്റും വണ്ടിയുടെ മൂവ്മെൻറ്റ്, ബ്രേക്കിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് റീഡ് ചെയ്ത് ഈ ഡാറ്റ ലോഗറിൽ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ഡാറ്റ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഈ വാഹനത്തിൽ, ഇപ്പോൾ ഈ ഡസ്റ്ററിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ ടെസ്റ്റ് ചെയ്യും. ആദ്യം ഈ ഒരു സ്റ്റെബിലൈസർ പ്രോ ഇടാതെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ റീഡിങ് കാണിക്കും, എന്നിട്ട് അത് ഇട്ടതിന് ശേഷം റീഡിങ് കാണിക്കും. ഏതൊരാൾക്ക് മനസ്സിലാവും നമ്മൾ അലൈൻമെൻറ്റ് ഇല്ല കാറിൻ്റെ XY എന്നുള്ള റീഡിങ് കാണിക്കില്ല, അതേപോലത്തെ റീഡിങ് നമുക്ക് ഇതിൽ ലഭിക്കും. അപ്പോൾ മനസ്സിലാവും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് അതിൻ്റെ ടെസ്റ്റിംഗ് ഒന്ന് കാണാം. അപ്പോൾ സെൻസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്ററിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഓടിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ ഒരുപാട് രീതികളിൽ സിഗ്സാഗ് അതുപോലെ ഹമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓടിച്ച് നോക്കാനായിട്ട് ഈ ഒരു I10 ആണ് തന്നിട്ടുള്ളത്. മറ്റേത് ഡസ്റ്റർ ഓടിച്ചിട്ട് നമുക്ക് റിസൾട്ടാണ് കിട്ടുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ അത് അത്രയും ടെക്നിക്കലി അറിയുന്ന ആളുകൾ ഓടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന രൂപത്തിൽ ഓടിക്കണം. അത് നമുക്കതിൻ്റെ പരിപാടി അറിയാത്തതുകൊണ്ട് അവരത് ഓടിച്ച് തരുമെന്നുള്ളതാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഇതിലൊന്ന് കയറിയിരുന്ന് നോക്കാം. അപ്പോൾ നല്ല സ്പീഡിൽ പോയതിൽ നമുക്ക് ഒരു ഇളക്കം അറിയാനായിട്ട് പറ്റും. കുറച്ചൊരു മീഡിയം സ്പീഡിൽ പോവാണ് ഇതാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെബിലൈസർ പ്രോ ഇല്ലാതെയുള്ളൊരു കുലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ ഇതേ ട്രാക്കിൽ നമുക്ക് സ്റ്റെബിലൈസർ പ്രോ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഓടിച്ച് പോകാം. നെക്സ്റ്റ് നമ്മൾ നേരെ വന്നുള്ളത് സിഗ്സാഗ് അല്ലെങ്കിൽ മൂസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് ശരിക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു ഹാൻഡ്ലിങ് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുക. ഒരെണ്ണം നമ്മൾ കട്ടായി പോയിട്ടോ. സംഭവം I10 ആണ്, നമുക്കറിയാവുന്നതാണ്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഹ്യുണ്ടായുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ ജസ്റ്റ് ആവറേജ് നമുക്കൊരു കുറച്ചുകൂടി നമ്മൾ ഇപ്പോൾ പോയ അത്ര സ്പീഡ് എടുക്കാൻ ടാസ്ക് ആണെന്നുള്ളതാണ്. നോക്കൊന്നുകൂടി ഒന്ന് സ്ലോ ആക്കാം. തട്ടിയില്ല. യെസ്. അപ്പോൾ അത്രയും നമുക്ക് ഒരു തോന്നുന്ന സ്പീഡിൽ നമുക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. കോണ് തട്ടുന്നുണ്ട്. ഒന്ന് സ്പീഡ് ഡൗൺ ആയപ്പോൾ ഓക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ലെവലാണ്. ഇപ്പോൾ ഈ 2 ടെസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് സ്റ്റെബിലൈസർ പ്രോ. ഇനി ഇത് ഇട്ടിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഏത് വാഹനത്തിലാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ചെറിയ വണ്ടി, ഹാച്ച് ബാക്ക്, SUV അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിന് സൈസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു സ്കെയിൽ കാര്യങ്ങളുണ്ട്. AB എന്നുള്ളതാണ് ഏറ്റവും ചെറുത്. പിന്നെ B1, B2, B3 ആണ്. B6 വരെയുള്ള സൈസ് അവൈലബിൾ ആണ് ഓരോ വണ്ടിക്ക്. അത് വാഹനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചല്ല, നമ്മുടെ ആ ഒരു കോയിൽ സ്പ്രിങ്ങിൻ്റെ സൈസിനനുസരിച്ചാണ് ഇതിൻ്റെ സൈസിന് ഡിഫറൻസ് വരിക. മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിൻ്റെ ഇമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പി എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള പല ബഡ്ജറ്റിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് നമുക്കൊരു 2000 മുതലൊക്കെ മാർക്കറ്റിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഈ ഒരു ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾ വില കുറഞ്ഞതോ അല്ലെങ്കിൽ വില കൂടിയതായിട്ടുള്ള മറ്റുള്ള ബ്രാൻഡ് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകം ഈ ബ്രാൻഡ് നെയിം ശ്രദ്ധിക്കുക. കാരണം ക്വാളിറ്റി പ്രൊഡക്റ്റ് വരുന്നതുകൊണ്ടും ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ 3 വർഷം മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ, ഇപ്പോൾ ഇത്രയും നാൾ നമ്മുടെ വാഹനത്തിൽ ഇത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹാർഡാവുക, അങ്ങനത്തെ പ്രശ്നം, ബ്രേക്ക് ആവുക, പൊടിഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. അത്രയധികം വാറണ്ടി കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് ഇത് പൊടിഞ്ഞു പോകുന്നതായിട്ടും ഹാർഡാവുന്നതായിട്ടും സസ്പെൻഷൻ കംപ്ലയിൻറ്റ് വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ലോക്കൽ ബ്രാൻഡുകളിൽ ലോക്കൽ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലാണ് ഇത്തിരി എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ സൈസ് കറക്റ്റൊക്കെ നോക്കി ഇടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡീലേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ എല്ലാം സെറ്റ് ചെയ്ത് തരും. നമുക്കിനി നമ്മുടെ I10 ഓൾ സെറ്റാണ്. 4 വീലിലും നമ്മൾ ഈ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു മെത്തേഡിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി സിഗ്സാഗ് ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ഇതിനാണ് ഹമ്പല്ല കേട്ടോ, ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കറക്റ്റ് നമ്മുടെ ഫീഡ്ബാക്ക് കിട്ടുന്നത് ഇതാണ്. യെസ്. ആ ഒരു ബോഡി റോള് കാര്യങ്ങൾ കൺട്രോൾ ആവുന്നത് നമുക്ക് ഇത്ര അഗ്രസീവായിട്ട് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാണ്ട്. അതും I10 പോലെ ഒരു ചെറിയ വാഹനത്തിലായിട്ട് കൂടി നമുക്ക് അറിയാണ്ട്. കുറച്ചുകൂടി SUV-യിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു ബോഡി റോള് കൺട്രോൾ ആവുന്നത് ശരിക്കും അനുഭവിച്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഇത്തരത്തിൽ നമ്മളെ ക്രിയേറ്റേഴ്സിനെ വിളിച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവരുടെ ഡീലേഴ്സിനൊക്കെ നമ്മൾ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്ന പോലെ ഇത് ഫിറ്റ് ചെയ്തും ഇല്ലാതെ ഒരു വണ്ടികൾ നമ്മുടെ ഇത് വാങ്ങാൻ വരുന്നവർക്ക് ഓടിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്നൊരു ഫീൽ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളതൊന്ന് പരിഗണിക്കുക. അതായത് സിഗ്സാഗ് ഞാൻ
നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. സെറ്റ്. നമ്മളിപ്പോൾ എത്രയൊക്കെ കംഫർട്ട് കിട്ടി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞാൽ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്നാൽ കമ്പനികൾക്ക് നേരിട്ട് കൊടുത്താൽ പോരെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനുള്ള മറുപടി പറയാനായിട്ട് അതിന് പറ്റിയ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു വെഹിക്കിൾ R&Dയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഡൈനാമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രഞ്ജിത്ത് സാർ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു നോക്കാം. So if you see the vehicles within 20 lakh segment, it's mostly focused for family, and the suspension is more tuned towards comfort. Whereas if you stiffen the suspension, um, it's like more stiff, and the body roll and dynamics, everything will be achieved. But whereas inside city, when you have small potholes or speed breakers, you will have more vibration and the road loads coming inside the vehicle. So that's the reason they have opted a different dynamics for segment who is more focused toward comfort. Whereas if you see more than 20 lakhs, all sports vehicles like Benz AMG, BMW M series is more tuned towards stiffness as well as it's adaptive basically. You know the difference between adaptive suspension as well as the regular suspension. Adaptive suspension adapts to the road condition, and if you press the sport mode, it gets stiffened up more, and it will provide you the required dynamics. Whereas if you press the comfort button, it just reduces the stiffness and makes it more towards comfort. So you don't get that kind of expensive suspension within this 20 lakhs segment, right? So for people who are opting for this segment, the only way they can achieve the dynamics is either replace the shock strut with a coil spring with a stiffened high stiffness suspension, or the cheaper option would be putting a coil spring buffer in between in the coil spring, so which would actually increase the stiffness. At the same time, it won't affect the comfort that much. So the plus points here are you will be able to achieve the cornering while driving at high speeds, and also the bounciness will reduce on high speeds, and I would say body roll also gets reduced, and ride height also gets increased. Yeah. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു സമയം കൊണ്ട് തന്നെ ഡസ്റ്ററിൽ അതിൻ്റെ എക്സ്പേർട്സ് സ്റ്റെബിലൈസർ പ്രോ ഫിറ്റ് ചെയ്തതിന് ശേഷവും അല്ലാതെയും നമ്മളിപ്പോൾ ചെയ്തതുപോലുള്ളതും അതിനും കൂടുതലായിട്ടുള്ള പല ടെസ്റ്റുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസൾട്ടാണ് ഗ്രാഫ് രൂപത്തിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് ഉപയോഗത്തിന് ശേഷവും അല്ലാതെയുമുള്ള ആ ഒരു ഗ്രാഫിൽ ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ട് നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൂഫ് നമുക്കിവിടെ ബ്രാൻഡിൻ്റെ സൈഡിൽ തന്നു. അതുപോലെ തന്നെ ഡൈനാമിക് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എന്തുകൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ഇത് തരുന്നില്ല എന്നുള്ളതിൻ്റെ ആൻസർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇത് നേരിട്ട് കാണാത്തവരൊരു കുറ്റം പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താനുള്ളത്? നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിങ് R&D സമയത്ത് ഓൾറെഡി ഇത് ചെയ്തതാണ്. കോർണറിംഗിൽ എന്തെങ്കിലും വണ്ടി ചരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും, വീഴാൻ ചാൻസ് ഉണ്ടോ, കാരണം ജനങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാൻ നേരത്ത് നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ചെയ്തതാണ്. പക്ഷെ അപ്പോൾ നമുക്ക് മാർക്കറ്റിങ്ങിനോ റെക്കോർഡിംഗ് ഒന്നുമില്ല, നമുക്ക് റോഡ് ടെസ്റ്റാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ 10 വർഷമായി. ഈ 10 വർഷമായപ്പോൾ നമ്മൾ ഒന്നുകൂടി റീടെസ്റ്റ് ചെയ്യുന്ന. റീടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ 30 ദിവസത്തെ മണി ബാക്ക് ഓഫറും 5 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി 10 വർഷത്തെ ലൈഫാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നോക്കിയാൽ കുറേ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാണും, എന്നിട്ട് ഇവർ ഓൺലൈനിൽ നോക്കുമ്പോൾ റേറ്റ് കുറവുള്ള സാധനം കാണുമ്പോൾ അത് ഓർഡർ ചെയ്യും. പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതുപോലെ ഒരു 30 ദിവസം നമുക്ക് ട്രയലിന് തരുന്ന, എന്നിട്ട് റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഓഫറും അതുപോലെ 5 വർഷം വാറണ്ടി 10 വർഷം ലൈഫ് ഒന്നും വേറൊരു പ്രൊഡക്റ്റും തരുന്നില്ല അല്ലേ? അപ്പോൾ മെയിൻ ആയിട്ട് അത് നോക്കിയാൽ മതി. അതെ, മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഒരുപാട് നാൾ അതുപോലെ നിലനിൽക്കും. അതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രത്യേകത. ഹാർഡാവില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സസ്പെൻഷന്റെ ഉള്ളിൽ 2 കോയിലിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കില്ല. ഒരു സേഫ്, ഒരു ചെറിയ ഒരു കൺട്രോൾ മാത്രമേ വരുന്നുള്ളൂ. അത് ഓടിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ലോജിക്കലി വെച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതും R&D ഡൈനാമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ R&D ഒക്കെ ചെയ്യുന്നവർക്ക് ലോജിക്കലി ചിന്തിക്കാം. അവരാരും നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇട്ടതാണ്. ഞങ്ങളുടെ ഒരു അഡ്വൈസറും കൂടിയാണ് അദ്ദേഹം. ഞാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഓടിച്ചു നോക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി, ഇപ്പം നമുക്ക് ഫീൽ ചെയ്യാനുണ്ട് മാറ്റം. നമ്മൾ കയറി ഇരിക്കുമ്പോൾ അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയത് അപ്പം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കറിയും. ബ്രേക്കിങ്ങിന്റെ സമയത്ത് അറിയും, ഗട്ടർ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഓൾ കേരള ഡീലർമാരില്ലേ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഡീലർ സൈഡിൽ നിന്നും ഇതുപോലെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് ഉള്ള ഒരു സെറ്റ് ചെയ്യുന്നത്. അതൊരു വണ്ടി ഇത് ഫിറ്റ് ചെയ്തിട്ട് അവർക്ക് അത് രണ്ടും ടെസ്റ്റ് ചെയ്യാൻ ഒരു അവസ്ഥ. ശരിയാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതൊന്ന് ഡീലേഴ്സിന്റെ
ടൈം Time കൺസ്യൂമിംഗ് ആണ്. അവർ ഒരുപാട് പ്രൊഡക്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പൊ അതിനിടയിൽ ഇതുവരെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും വർത്തായിരിക്കും എനിക്ക് തോന്നുന്നു. വർത്തായിരിക്കും. കാരണം വെച്ചാല് ഞങ്ങൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച ആൾക്കാർ ആരും തിരിച്ച് ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കിത് എവിടെയൊക്കെ എങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് വാങ്ങാൻ? നമ്മൾ നമ്പർ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഡീലേഴ്സ് ഉള്ളത് അത് അവർക്ക് ആ നമ്പർ കൈമാറും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡെമോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ആണ് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.